ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, വേൾഡ്സ് മോസ്റ്റ് അൺബിലീവബിൾ വണ്ടർഫുൾ ഫൈറ്റർ ഈ ലോകത്തിൽ ഇപ്പോൾ നിലവിൽ ആരാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള ഫൈറ്റർ ആരാണെന്ന്. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, സസ്പെൻസ് ഒന്നുമില്ല. അലക്സ് പെരേര. പല വട്ടപ്പേരുകളുണ്ട്, ഷാമ, പോത്താൻ എന്നൊക്കെയുള്ളത്. പോത്താൻ എന്ന് പറഞ്ഞാൽ കല്ലുകൾ പോലുള്ള കൈകളുള്ളവൻ എന്നാണ് പോത്താൻ. കറക്റ്റ് അല്ലേ അത്? ദാറ്റ് ലെഫ്റ്റ് ഹുക്ക് അൺബിലീവബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, മോസ്റ്റ് വണ്ടർഫുൾ അൺബിലീവബിൾ. പക്ഷേ ആ ലെഫ്റ്റ് ഹുക്കിൻ്റെ പവർ മാത്രമല്ല പുള്ളിനെ അൺബിലീവബിൾ ആക്കുന്നത്, മറ്റു പല കാര്യങ്ങളുമുണ്ട്. കാരണം ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, UFC തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിനകത്തെ ചാമ്പ്യൻസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരാശരി 5 വർഷത്തിന് മേപ്പോട്ടാണ് ഒരു ഫൈറ്ററിന് ചാമ്പ്യനാകാൻ എടുക്കുന്ന സമയം. 5 വർഷം കൂടിയല്ല, അതിന് മേപ്പോട്ട് 6 വർഷം, 7 വർഷം, 10 വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഫൈറ്ററിന് ചാമ്പ്യനാവാൻ പറ്റുന്നത്. ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ അലക്സ് പെരേര UFC-യിൽ വന്നിരിക്കുന്നത് തന്നെ 2021-ലാണ്. അപ്പോൾ വെറും 3 വർഷം താഴെയുള്ള സമയം കൊണ്ടാണ് പുള്ളി ഒന്നല്ല 2 ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയിരിക്കുന്നത്. ഒന്ന് മിഡിൽ വെയ്റ്റിലും മറ്റൊന്ന് ലൈറ്റ് ഹെവി വെയ്റ്റിലും. അവിശ്വസനീയമാണ്. കാരണം ചാമ്പ്യൻഷിപ്പൊക്കെ മറന്നേക്കൂ. കാരണം UFC പോലെ ഒരു ലെവലിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അവിശ്വസനീയമായ കാര്യമാണ്. കാരണം നമുക്ക് ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, ഹോക്കി കളിക്കാം, ഗില്ലിഡണ്ട കളിക്കാം. പക്ഷേ കോമ്പാറ്റ് സ്പോർട്സ്, MMA അല്ല ഞാൻ പറയുന്നത്, ഏതാണെങ്കിലും ബോക്സിങ്, മൊയ്ത്തായ്, കിക്ക് ബോക്സിങ്, MMA, ഇത് കളിക്കാൻ പറ്റില്ല. അത് കുട്ടിക്കളിയല്ല. കാരണം ഇറ്റ്സ് സീരിയസ്, ഇറ്റ്സ് ഡേഞ്ചറസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2021 കയറി വന്നിട്ട് 3 വർഷം അതിന് താഴെയുള്ള സമയം കൊണ്ട് ഒരു മിഡിൽ വെയ്റ്റ് ചാമ്പ്യൻ ആവുക, അത് പോരാഞ്ഞിട്ട് ലൈറ്റ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആവുക, ആൻഡ് ബീറ്റിംഗ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അൺബിലീവബിൾ. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ ലെവലിലാണ് ആ പോക്ക് നടന്നിരിക്കുന്നത്. മറ്റേ നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തോ, ജോൺസിനെ എടുത്തോ, അല്ലെങ്കിൽ ഇസ്ലാമിനെ എടുത്തോ, ഡോബ്രോങ്സിനെ എടുത്തോ, എല്ലാവർക്കും മിനിമം ഒരു 5, 6, 7 വർഷമൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇത് നോക്കുമ്പോൾ അലക്സ് പെരേരയുടെ വളർച്ച എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ഇനി മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അലക്സ് പെരേര 2021-ലാണ് UFC-യിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് പുള്ളി വേറെ ഏതോ അവരുടെ നാട്ടിലുള്ള ഓർഗനൈസേഷൻസിലും ഒക്കെ, ലോക്കൽ ഓർഗനൈസേഷൻസിൽ ആകെ ഒരു, ഇപ്പോൾ ഹബീബിനെ പോലെ ഒരു 10-20 കളിയൊന്നും കളിച്ചിട്ടില്ല. ഒരു 4 കളിയേ കളിച്ചിട്ടുള്ളൂ. ഈ 4 കളിയിൽ ഒരു കളി തോക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഈ പെർഫോമൻസ് ഇപ്പോൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത്ഭുത റിച്വൽസോ മന്ത്രവാദമോ അതൊന്നുമല്ല. ഒരുപാട് അധ്വാനം ഇതിനകത്ത് പോയിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക്, പ്ലാനിങ് ഇതിനകത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളത്. കാൽക്കുലേഷൻസ്. ഓക്കെ. ഓൾറെഡി കിക്ക് ബോക്സിങ്ങിലൂടെ അതൊരു 40 ഫൈറ്റ് കിക്ക് ബോക്സിങ് കളിച്ചിട്ടുണ്ട് അലക്സ്. അതിനകത്തൊരു 7 തോൽവിയുണ്ട്. ആ കിക്ക് ബോക്സിങ് സമയത്ത് പുള്ളിയുടെ സ്റ്റാൻഡപ്പ് പെർഫെക്റ്റ് ആക്കി. പിന്നെ MMA ലോകത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പെട്ടെന്നുള്ള ലേണിംഗ്, ഫാസ്റ്റ് ഗ്രാസ്പിംഗ്, പെട്ടെന്ന് പഠിച്ചെടുക്കുക. ഇപ്പോൾ പറയും ഗ്രാപ്ലിംഗ് ഇല്ല എന്ന് പറയുക. അതിലിപ്പോൾ പുള്ളി മാസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ആ നിലയിൽ പോകുന്നു. ദ മോസ്റ്റ് അൺബിലീവബിൾ വണ്ടർഫുൾ ഫൈറ്റർ ഇൻ ദ ഹോൾ വേൾഡ്. ഇനിയും അടുത്ത, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇതിലൂടെ കളറായിട്ട് റീൽസ് അല്ലേ, ചെറിയ വീഡിയോസൊക്കെയാണ്. അതൊന്ന് ഫോളോ ചെയ്തേക്കുക. ദീപക്_അശോകൻ UFC മലയാളം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇനിയും അലക്സ് പെരേര വേഴ്സസ് ജോൺ ജോൺസ്, ആ ഫൈറ്റാണ് നടക്കേണ്ടത്, അതും ഹെവി വെയ്റ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇൻസ്റ്റയിൽ പറഞ്ഞിരുന്നു, ഖബീബ് കോർണർ ഫൈറ്റ് ഒക്കെ ഒന്നും അല്ലാണ്ടായി പോകും. കാരണം എന്താണെന്നറിയാമോ, അത് ലൈറ്റ് വെയ്റ്റിലാണ് നടന്നത്. ഇത് ഹെവി വെയ്റ്റിൻ്റെ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കോമ്പാറ്റ് സ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും ഹെവി വെയ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്, വേറെ ലെവലാണത്. അപ്പോൾ ദ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ലെവലാണ്, വേറെ ലെവലാണത്. അലക്സ് പെരേര വേഴ്സസ് ജോൺ ജോൺസ്.
ഇതിനകത്ത് നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ഒരു ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ അലക്സിൻ്റെ ഒരു സൈക്കോളജി പറയുകയാണെങ്കിൽ പുള്ളി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. ജയം തോൽവിയൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല, പുള്ളി റെഡിയായിരിക്കും. ഇനിയും പുള്ളിക്ക് അലക്സ് പെരേര എന്ന് പറഞ്ഞാൽ സൂപ്പർ താരം ആയിരിക്കുകയാണ്. പുള്ളിക്ക് ഇനി അടുത്ത ഫൈറ്റിലൊക്കെ കിട്ടാൻ പോകുന്നത് കോണർ മെക്ഗ്രഗറിനെ കാട്ടിലും കൂടുതൽ ക്യാഷ് ആയിരിക്കും. കാരണം ആ UFC 300 ആണ് അലക്സ് പെരേരനെ സൂപ്പർ സ്റ്റാർ ആക്കിയത്. ആരും ഇല്ലായിരുന്നു, ഇസ്രായേൽ ഇല്ലായിരുന്നു, ജോൺസ് ഇല്ലായിരുന്നു, കോണർ ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു UFC 300നെ രക്ഷിക്കാൻ. അലക്സ് ഇങ്ങോട്ട് കയറി വന്നു, ജമാൽ ഹില്ലിനെ അങ്ങ് നോക്കൗട്ട് ചെയ്ത് കളഞ്ഞു. ഹി വാസ് ഇഞ്ചേർഡ്, പരിക്കും വെച്ചോണ്ടാണ് വന്നത്. എന്നിട്ടാണ് ആ പെർഫോമൻസ് കാണിച്ചത്. അൺബിലീവബിൾ. ഇനി ജോൺസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജോൺസിന് അറിയാം, മറ്റൊരു ട്വിസ്റ്റ് അറിയാമോ? ജോൺസിന് ഏജായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജോൺസ് ഇളയതാണ്, 36 years ആണ്. അലക്സ് ഇസ് 37. അതാണ് മറ്റൊരു കാര്യം. ജോൺസിനെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഏജ്ഡായിട്ട് തോന്നിക്കുക. എന്താണെന്നറിയാമോ? കാരണം ജോൺസ് എനിക്ക് തോന്നുന്നൊരു സ്കൂൾ കുട്ടി, ഒരു സ്കൂളിൽ നിന്ന് കോളേജ് പോലും ആ പ്രായത്തിലാണ് ജോൺസ് UFC തുടങ്ങിയത്. എത്രയോ കാലം കൊണ്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിയർ ആൻഡ് ടിയർ കൊണ്ടാണ് ജോൺസിനെ എങ്ങനെ കാണാൻ നമുക്ക് ഇത് ഒരു ഏജ്ഡായിട്ട് തോന്നിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇളയതാണ്. അപ്പോൾ ജോൺസിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസിന് നല്ലോണം അറിയാം റിസ്ക് ആണെന്നുള്ളത്. ജോൺസ് ഏതൊരു എതിരാളിയാണെങ്കിലും അവരുടെ പഴയകാല ടേപ്സൊക്കെ എടുത്തങ്ങോട്ട് പഠിക്കാൻ തുടങ്ങും. പല വീക്ക്നെസ്സുകൾ സ്പോട്ട് ഔട്ട് ചെയ്യും. ആ വീക്ക്നെസ്സുകൾ ഒന്നൊന്നായിട്ട് പുള്ളി പരീക്ഷിക്കും ഫൈറ്റിൽ. അപ്പോൾ അതാണ് കാര്യം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.